എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ടിൻ ഫിഷ് അല്ലെങ്കിൽ ട്യൂണ എങ്ങനെയാണ് അടിപൊളി ടേസ്റ്റിൽ മസാലയൊക്കെ എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ടിൻ ഫിഷ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാട്ടിലും അതുപോലെ തന്നെ എല്ലായിടത്തും അവൈലബിൾ ആണ് ടിൻ ഫിഷ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഒരു ടിൻ ഫിഷ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ടിൻ ഫിഷ് രണ്ട് രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒന്ന് വെള്ളത്തിൽ മീനിട്ടതും അതുപോലെ തന്നെ എണ്ണയിൽ ഇട്ടതും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളത്തിൽ ഉള്ള ടിൻ ഫിഷാണ്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ആ വെള്ളം ഒന്ന് കളയാം. നിങ്ങൾ കറിയായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അല്ല ഡ്രൈ ആയിട്ടാണെങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് കളയാവുന്നതാണ്. അതുപോലെ നിങ്ങൾ എണ്ണയിൽ ഇട്ട ടിൻ ഫിഷാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഒരു മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് എടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ മസാലയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത് പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഞാനിവിടെ കീറിയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട് അരിയാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് ഇതുപോലെ അരിയാം, അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചും എടുക്കാവുന്നതാണ്. അരിഞ്ഞിടുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി എടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വാടി വന്നാലും മതി. അപ്പോൾ നമുക്കിനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ ഒരു ടിൻ ഫിഷിന് വേണ്ടിയിട്ട് ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി നമ്മൾ ഒരുപാട് ഇതിൽ ചേർക്കില്ല. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് മസാലപ്പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത്, ഉലുവയുടെ പൊടിയാണ്. അപ്പോൾ 2 നുള്ളു ഉലുവാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മസാലപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗരം മസാല ഒരു 1/4 ടീസ്പൂണും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ഇട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു മസാലയ്ക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള തക്കാളി പൊടിയായിട്ട് അരിഞ്ഞാണ്, അതുകൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അടച്ചു വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നന്നായിട്ടിത് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുള്ള ടിൻ ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയാണ്. അപ്പോൾ ഈ ഒരു ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കി തോത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വലിയ പീസുകളാക്കി ഇടാം, ഒരുപാട് ഇളക്കണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇളക്കി നല്ല ഡ്രൈ ആക്കിയും ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആക്കി ഈ ഒരു മസാല എടുത്തിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളിയാണ് ഈ ഒരു ഫിഷ് മസാല. അപ്പോൾ നിങ്ങൾ ടിൻ ഫിഷ് ഇനി വാങ്ങുമ്പോൾ ഈ രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. മസാലപ്പൊടിക്ക് പകരം നിങ്ങൾ ഉലുവാപ്പൊടി ഇട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണം, അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്